നമസ്കാരം ഗെയ്സ്, നമുക്കിപ്പോൾ ഇന്നൊരു ചിക്കൻ കറി റെഡിയാക്കിയാലോ. ഇതാ ഒരു ചട്ടി വെച്ച് ഞാൻ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഒരു 2 കിലോ ചിക്കനുള്ള സബോളയും അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റി റെഡിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ 2 കറിവേപ്പില കൂടി ഇടാം. കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ്, നമുക്ക് കുറച്ച് ഇതുണ്ട് കറുവപ്പട്ട, 2 കഷ്ണം ഏലയ്ക്ക, പിന്നെ ഇച്ചിരി ഗ്രാമ്പു ഇതുകൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് നല്ലപോലെ ഇട്ടൊന്ന് റെഡിയാക്കുവാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഗെയ്സ്, നമ്മളിത് കണ്ടോ ചിക്കന് നല്ല കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നമ്മൾ നന്നായിട്ട് കുക്കറിനകത്ത് അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് കണ്ടത് നന്നായിട്ട് വെന്ത് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഗെയ്സ്, നമ്മളിതായത് കണ്ടോ ചിക്കൻ നമ്മൾ അടുപ്പേ വെച്ച് കുക്കറിൽ അടിച്ച് വേവിച്ചെടുത്തതിൻ്റെ ഗ്രേവിയാണ്. ആ ഗ്രേവി മാത്രം ഞാൻ ഈ സബോളയ്ക്കകത്തേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പരണ്ട് നല്ല ഇതായിട്ട് തിക്കായിട്ട് കിട്ടണം. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചിക്കൻ ഇടാം. അപ്പോൾ ഗെയ്സ്, നമ്മുടെ ഇതുണ്ട് ഗ്രേവി നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ റെഡിയാക്കി ചിക്കൻ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗെയ്സ്, ഇതുണ്ട് നമ്മൾ ചിക്കൻ ഇതിനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല സെറ്റായിട്ട് കറക്റ്റ് വേവിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. കണ്ടോ കറക്റ്റ് വേവിൽ, ഇതേ വേവിൽ നമ്മൾ എടുക്കാവുള്ളൂ. അല്ല ഒത്തിരി വെന്ത് പോലെ കുക്കറിലിട്ട് അടിച്ച് കറക്റ്റ് വേവിലെടുത്ത്. അതുകൊണ്ട് തന്നെ ആദ്യം സബോള ഇട്ട് ഞാൻ നല്ല പാകത്തിന് തിക്കായിട്ട് ഗ്രേവി റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ സബോള ഇട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറത്തൊരു ശകലം നാരങ്ങ നീരൂടെ. അപ്പോൾ ഗെയ്സ്, ഞാൻ ഇതിനകത്തേക്ക് ഒരു